പഠനത്തോടൊപ്പം ജോലി ലക്ഷ്യമിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പൂർണ്ണ വിജയം. കൊല്ലം കരുനാഗപ്പള്ളി IHRD മോഡൽ പോളിടെക്നിക്കിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ചത് 3000-ഓളം സ്റ്റെബിലൈസറുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ജനുവരിയിൽ ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തുടങ്ങി. അങ്ങനെ കൊല്ലം കരുനാഗപ്പള്ളി IHRD മോഡൽ പോളിടെക്നിക്കിലും പദ്ധതി നടപ്പിലാക്കി. ഇൻഡസ് വേൾഡ് ട്രേഡ് എന്ന സ്ഥാപനവുമായി കരാർ ഒപ്പുവെച്ചു. ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. 7 മാസം പിന്നിടുമ്പോൾ 3000-ഓളം സ്റ്റെബിലൈസറുകൾ നിർമ്മിച്ച് വിദ്യാർത്ഥികൾ കമ്പനിക്ക് കൈമാറി. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ആശയം നൽകിയത് നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള ആത്മവിശ്വാസമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നമുക്ക് ഇൻഡസ്ട്രി നേരത്തെ പോയി നമ്മൾ വിസിറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ കോളേജിൽ തന്നെ ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നും അവിടുത്തെ സിറ്റുവേഷൻസും എങ്ങനെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സീനിയേഴ്സ് ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പം IOCന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് 100% പ്ലേസ്മെൻറ്റ് ഓരോ ഇവിടെ ജോലി ചെയ്ത ഓരോ വിദ്യാർത്ഥികൾക്കും 5-6 കമ്പനിയിൽ ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും ഇത് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ പഠനം പൂർത്തിയായി കഴിയുമ്പോൾ ഞങ്ങൾക്കും 100% പ്ലേസ്മെൻറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. കരുനാഗപ്പള്ളി IHRD മോഡൽ പോളിടെക്നിക്കിൽ 90 വിദ്യാർത്ഥികൾ IOCയുടെ ഭാഗമായെന്ന് കോർഡിനേറ്റർ മനോജ് പറഞ്ഞു. ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ഇവിടെ ആരംഭിച്ചത്. അതിൽ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച ഫൈനൽ ഇയേഴ്സിൽ 60ഓളം കുട്ടികളുണ്ടായിരുന്നു. അവർ പഠിച്ചിറങ്ങി പോയി കഴിഞ്ഞാൽ അവരെല്ലാം തന്നെയും ഒരു വളരെ മികച്ച രീതിയിൽ ഒരു ഡിപ്ലോമ സ്റ്റുഡൻറ്റിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള പ്ലേസ്മെൻറ്റുകളാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് ഒരു ഇൻഡസ്ട്രിയൽ ആംബിയൻസ്, ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് കിട്ടുക, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോൾ അവരൊരു പ്രോഡക്റ്റിൻ്റെ ഒരു മേക്കിങ്ങിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യത്തിൽ അവർക്കൊരു വ്യക്തമായൊരു അവയർനെസ് ഇതിലൂടെ അവർക്ക് കിട്ടും. പ്രതിദിനം 80 സ്റ്റെബിലൈസറുകൾ നിർമ്മിക്കാനുള്ള ശേഷി യൂണിറ്റിനുണ്ടെന്ന് പ്രിൻസിപ്പൽ മണികണ്ഠകുമാർ VJ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇത് തുടങ്ങുന്നത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി IHRD ഡയറക്ടർ ഡോക്ടർ അരുൺകുമാർ സാറിന് ഒരു നിർദ്ദേശം കൊടുത്തു. സംസ്ഥാനത്തിനകത്തുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ നമ്മുടെ കോളേജുകളിലും ലഭിക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് IHRD ഡയറക്ടർ നിർദ്ദേശിച്ച അനുസരണത്തിലാണ് IHRDയുടെ ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IOC. ഒരു 90,000 രൂപ അടുപ്പിച്ച് നമുക്ക് ഇതിനകത്ത് വരുമാനം കിട്ടി. ഇത് കുട്ടികൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് മോഡൽ പോളിടെക്നിക്ക് പദ്ധതി തയ്യാറാക്കും. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഒരാശയം ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അതിപ്പോൾ പൂർണ്ണമായി സക്സസ്സായി. കരുനാഗപ്പള്ളി IHRD പോളിടെക്നിക് കോളേജ്, ഇവിടെയുള്ള എൻ്റെ ഈ വിദ്യാർത്ഥികളുടെ മുഖം നോക്കിയാലും അതേപോലെ അവരുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്ട്സ് നോക്കിയാലും മനസ്സിലാവും 2 തരം ഉൽപ്പന്നങ്ങൾ അവരിപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. ഒന്ന് സ്റ്റെബിലൈസർ തന്നെയാണ്, ഒന്ന് AC-ക്ക് വേണ്ടിയും മറ്റൊന്ന് ഫ്രിഡ്ജിന് വേണ്ടിയും. രണ്ടും കൂളിന് വേണ്ടിയാണ്. അവരുടെ ലൈഫും ഇപ്പോൾ ഒരു കൂളിംഗാണ്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.